2 ദിക്ർ പറഞ്ഞോ, അതോടൊപ്പം തന്നെ ഒരു സൂറത്തും ഓദിക്കോ, ജീവിതം സെറ്റാണ്. ഒരു പ്രയാസം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. ഇത് എൻ്റെ വാക്കല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ഏതാണ് ആ 2 ദിക്റുകൾ, ഏതാണ് ആ സൂറത്ത്, വിശദമായി നമുക്ക് ഇന്ന് കേൾക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നബിദിനത്തിന് പാട്ടുപാടി. ഒരു നബിദിനത്തിന് പാട്ട് പാടിയപ്പോൾ സമ്മാനം കിട്ടിയില്ല, പിറ്റേ വർഷം പാടിയപ്പോൾ സമ്മാനം കിട്ടി. ഈ 2 പാട്ടിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പാടിയ പാട്ടാണ്. എന്തിനാണ് ഇപ്പോൾ ഈ പാട്ടിൻ്റെ കാര്യമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അതിൻ്റെ കാരണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വലിയ മഹാനാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. മഹാനവറുകൾ എപ്പോഴും ചെയ്യുന്നൊരു ദുആയുണ്ട്. ആ ദുആ വല്ലാത്ത പവറുള്ള ദുആയാണ്. അവർ അത്ര വലിയ മഹാന്മാരായ ആളുകൾ ആ ദുആ ചെയ്തെങ്കിൽ നമ്മളൊക്കെ നിത്യം തെറ്റുകൾ ചെയ്തു പോകുന്ന നമ്മൾ എത്രമാത്രം ആ ദുആ ചെയ്യണം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അത്ഭുതപ്പെടുത്തുന്ന ദുആ. ഏതാണ് ആ ദുആ? അതിൻ്റെ അർത്ഥം എന്താണ്? കേട്ടാലോ. സ്വർഗത്തിൽ ഏറ്റവും ആദ്യം കടക്കുന്ന സ്വഹാബി, ആദ്യത്തെ മനുഷ്യൻ, അതായത് പ്രവാചകന്മാർക്ക് ശേഷം സ്വർഗത്തിൽ കടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ആ ഒരു നേട്ടം കിട്ടാൻ 5 കാര്യങ്ങൾ എപ്പോഴും മഹാനവറുകൾ ചെയ്യുമായിരുന്നു എന്നാണ്. ഏതാണ് 5 കാര്യം? നമുക്കും ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പുണ്യമായൊരു മാസം വിട പറയുന്നു, മറ്റൊരു മാസം കടന്നു വരുന്നു. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാ കാര്യങ്ങളും അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഇരുലോകത്തും ഗുണപ്രദമാകുന്ന നല്ല കാര്യങ്ങളായി അല്ലാഹു തആല ഇതിനെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ജമാദുൽ ആഖിർ മാസമാണ്, കടന്നു പോകുന്നത് ജമാദുൽ അവ്വൽ മാസമാണ്. ഈ പേരിൽ പലരും സംശയം ചോദിച്ചു. ഉസ്താദ് തന്നെ പല വീഡിയോയിലും ജമാദുൽ ഉഖ്റ എന്ന് പറയാറുണ്ട്, അതുപോലെ ജമാദുൽ ആഖിർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞു പോകുന്ന നമ്മളിപ്പോൾ ഉള്ള മാസം ജമാദുൽ അവ്വൽ എന്ന് പറഞ്ഞു, ജമാദുൽ ഊല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഏതാണ് ശരി? ഞങ്ങൾ ഈ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ ജമാദുൽ അവ്വൽ, അതുപോലെ ജമാദുൽ ആഖിർ എന്നൊക്കെയാണ്. ഈ ഉഖ്റ എന്നൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ചില ആളുകൾ ഒരു സംശയം ചോദിച്ചിരുന്നു. ഇവിടെ മഹത്തുക്കൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളിലേക്ക് ഇനി വരുന്ന മാസം, ഇന്ന് നിലാവ് കണ്ടാൽ നമ്മളിലേക്ക് വരുന്ന പുണ്യമായ മാസം, അതായത് ഹിജ്റ കലണ്ടറിലെ 6ാമത്തെ മാസം, ഹിജ്റ കലണ്ടറിലെ 6ാമത്തെ മാസമാണ് ജമാദുൽ ആഖിർ മാസം. ജമാദുൽ ആഖിർ എന്നും, അല്ലെങ്കിൽ ജമാദുൽ ഉഖ്റ എന്നും, അല്ലെങ്കിൽ ജമാദു സാനി എന്നും ഈ മാസത്തിന് പേര് പറയാറുണ്ട്. പക്ഷേ കോമണായി നമ്മുടെ സാധാരണക്കാർ, നമുക്കിടയിൽ സാധാരണ പറയുന്ന പേര്, പണ്ട് മുതലേ നമ്മൾ പറയുന്ന പേര് ജമാദുൽ ആഖിർ എന്നാണ്. ഈ ഉസ്താദുമാരുടെ ഇടയിൽ ജമാദുൽ ഉഖ്റ എന്നവർ പറയാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ പേരിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ജമാദുൽ ആഖിർ എന്ന് പറയും, ജമാദുൽ ഉഖ്റ എന്ന് പറയും. ജമാദുൽ ആഖിർ എന്ന് പറയലുമാണ് ഏറ്റവും നല്ലത്, കുഴപ്പമൊന്നുമില്ല, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിക്ർ പറയൽ പ്രത്യേകം നല്ലതാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? അത് വേറെ ഒന്നുമല്ല, നമുക്ക് കിതാബുകളിലൊക്കെ കാണാം, പ്രത്യേകം പറയൽ നല്ലതാണ്. അൽഹംദുലില്ലാഹില്ലദി ദഹബ ബിശഹരി ജമാദുൽ ഊല വജാഅ ബിശഹരി ജമാദുൽ ഉഖ്റ. അതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല, അല്ലാഹുവേ പുതിയൊരു മാസം അല്ലേ, അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ദഹബ ബിശഹരി ജമാദുൽ ഊല, ഞങ്ങളിൽ നിന്നും ജമാദുൽ ഊല എന്നൊരു പുണ്യമായ മാസം അതിനെ ഞങ്ങൾ യാത്രയാക്കി, ആ മാസം ഞങ്ങളിൽ നിന്ന് പോയി. വജാഅ ബിശഹരി ജമാദുൽ ഉഖ്റ, ജമാദുൽ ഉഖ്റ എന്നൊരു പുണ്യമാസം, ജമാദുൽ ആഖിർ എന്ന പുണ്യമാസം ഞങ്ങളിലേക്ക് തന്നു. അങ്ങനെയുള്ള റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇത് പറയൽ പ്രത്യേകം നല്ലതാണ്. ഒന്ന് പറഞ്ഞാലോ, അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ജമാദുൽ ഊല വജാഅ ബിശഹരി ജമാദുൽ ഉഖ്റ. ഒരൊറ്റ പ്രാവശ്യം പറയൽ നല്ലതാണ്. മറന്നുകൊണ്ട് കേട്ടോ, ഈ ദിക്റൊക്കെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കാണുകയാണെങ്കിൽ ഇത് ഈ ഓണാക്കിയിട്ട് നമ്മുടെ കൂടെ ഇത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ 2 ദിക്റായി. ഇനി നമുക്ക് പ്രത്യേകം സുന്നത്തായിട്ടുള്ളത് പിറ കണ്ട, അതായത് ഒരു മാസത്തിൻ്റെ തുടക്കം
വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. ഈ തബാറക സൂറത്തിൽ 30 ആയത്തുണ്ട്. അതായത് ഇനി ഈ മാസത്തിലുള്ള 30 ദിവസവും നമുക്ക് കാവൽ കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു മാസമായി കിട്ടാൻ നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓതുന്ന സമയത്ത് നിയ്യത്ത് വെക്ക്, പടച്ചോനെ ഈ ഒരു മാസത്തിൻ്റെ തുടക്കം ഞാനിത് ഓതുകയാണ്, ഈ മാസത്തിലുള്ള എല്ലാ ഷറുകളും നീ മാറ്റിത്തരണം, തട്ടിമാറ്റി കളയണം, എല്ലാ ബറക്കത്തുകളും തരണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമുക്ക് ഈ സൂറത്ത് മുൽക്ക് ഓതാവുന്നതാണ്, പ്രത്യേകം നല്ലതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പറയട്ടെ, നമ്മൾ റബീഉൽ അവ്വൽ അല്ലേ, മുഹറം സഫർ റബീഉൽ അവ്വൽ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിച്ചതാരെയാ? നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നതും പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് അല്ലേ. റബീഉൽ അവ്വൽ നമ്മൾ ഒരുപാട് സ്റ്റാറ്റസിലൂടെയും അതുപോലെ തന്നെ മജ്‌ലിസുകളിലൊക്കെ ഒരുപാട് പ്രത്യേകം സംഘടിപ്പിച്ച് നബിയെ ഇങ്ങനെ ഒരുപാട് സ്മരിക്കാറുണ്ട്. പിന്നെ റബീഉൽ ആഖിർ മാസത്തിൽ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ നമ്മൾ ഒരുപാട് സ്മരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ജമാദുൽ ഊല മാസം, ഈ ജമാദുൽ ഊല മാസം എന്ന് പറഞ്ഞാൽ റിഫായി ഷെയ്ഖിൻ്റെ ആണ്ട് മാസമാണ്. റബീഉൽ ആഖിർ എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് മാസമാണ്. ഇനിയിപ്പോൾ നമ്മളിലേക്ക് വരാനിരിക്കുന്ന ജമാദുൽ ഉഖ്റ, ഒരു പക്ഷേ ഇന്ന് നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരുന്ന ജമാദുൽ ഉഖ്റ മാസം, അത് പ്രധാനമായും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്ത് നടന്ന മാസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല ഈ മാസത്തിൽ വഫാത്ത്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹു തആല മരണപ്പെട്ടുപോയ എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ജമാദുൽ ആഖിർ മാസത്തിലാണ് മരണപ്പെട്ടത്, വഫാത്തായത്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസ്സാലി, വലിയ മഹാനാണ് ഇമാം ഗസ്സാലി തങ്ങൾ, അതുപോലെ ഇമാം സുബുക്കി, അതുപോലെ ജലാലുദ്ദീൻ റൂമി, അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ OK സൈനുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ ഖാദി ഇയാദ്, ഷെയ്ഖ് ആദം ഹളറത്ത്, വലിയ മഹാനാണ്. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിലേക്ക് വലിയ മഹാനാണ്. ബാക്കവി ഉസ്താദുമാരുടെയൊക്കെ വലിയ ഉസ്താദാണ് ആര്? ഷെയ്ഖ് ആദം ഹളറത്ത്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഫലുഫരി ഹസ്രത്ത്, അതുപോലെ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, അതുപോലെ പാണക്കാട് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് ഉമർ അലി ഷിഹാബ് തങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ ജമാദുൽ ആഖിർ മാസം. മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ വാപ്പ, ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രധാനമായും നമ്മൾ ഈ മാസത്തിൽ സ്മരിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് അല്ലേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ 2 കാര്യമാണ്. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരുള്ള ഒരു പാട്ട് ഞാൻ മദ്രസയിൽ പാടിയിട്ട് സമ്മാനം കിട്ടിയില്ല. അതിൻ്റെ പിറ്റേ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പാടിയ പാട്ടിന് എനിക്ക് സമ്മാനം കിട്ടി. അപ്പോൾ 2 പാട്ട്. കാരണം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് എൻ്റെ മദ്രസക്കാലമാണ്. ഇൻഷാ അല്ലാഹ് പാട്ടിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് പറയട്ടെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാ, അംബിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലുപോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് നിഴലില്ല. നബി തങ്ങൾക്ക് 10 പ്രത്യേകതയുണ്ട്. മറ്റു മനുഷ്യന്മാർക്കില്ലാത്ത 10 പ്രത്യേകതകൾ നബിക്ക് ഉണ്ടെന്നാണ്. അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ച അത് വന്നിരിക്കൂല. നമ്മുടെയൊക്കെ ശരീരത്തിൽ കുറച്ച് എന്തെങ്കിലും പൊട്ടുണ്ടായാൽ, എന്തെങ്കിലും അഴുക്കുണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരവോ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, അപ്പം ഈച്ച വരും അല്ലേ. നബിതങ്ങളുടെ കയ്യിൽ, കാലിലോ നബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാറില്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. നബിതങ്ങളുടെ നിഴലായി ഉണ്ടായിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്നാണ്. സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന സ്വഹാബി, അതായത് പ്രവാചകന്മാർക്ക് ശേഷം സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. എപ്പോഴും നബിയുടെ കൂടെ. ഇനി ഞാൻ പറയട്ടെ, ഞാൻ മദ്രസയിൽ പഠിച്ച സമയത്ത് എനിക്ക് സമ്മാനം കിട്ടാതെ പോയ പാട്ട്, സമ്മാനം കിട്ടാതെ പോയെന്ന് പറഞ്ഞാൽ ആ മദ്രസയിൽ അന്ന് നബിദിന പരിപാടിയിൽ സത്യം പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ 3 പേരും മാത്രമാണ് ആ പാട്ട് പാടുന്നുള്ളൂ എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് മുമ്പ് 2 കൂട്ടർ പാടി, ഞങ്ങൾ പാടി, അതിനുശേഷമുള്ള 2 കൂട്ടർ പാടി. മൊത്തം 5 ഗ്രൂപ്പുകാർ, 6 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 5 പേരും പാടിയത് ഈ ഒരൊറ്റ പാട്ട്, ഒരേ വരികൾ.
അത് പല ട്യൂണിൽ പാടി. അതുകൊണ്ട് 5-നും സമ്മാനം കിട്ടിയില്ല. പിന്നെ ഇച്ചിരി നന്നായി പാടിയ ആളുകൾക്ക് സെക്കൻഡ് കിട്ടി. പിന്നെ ഇതല്ലാത്ത വേറൊരു പാട്ട് പാടിയ ഗ്രൂപ്പുകൾക്കാണ് എന്ത് കിട്ടിയത്? ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഏതാണ് ആ പാട്ട്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആ പാട്ട്. ഒന്ന് പാടിയാലോ? ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിച്ച ഹബീബുള്ളാഹ് മംഗകൾ പുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ഈ പാട്ടിന്റെ ബാക്കി ഇനി നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ കയറിയിട്ടുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇനി ബാക്കി വിശദീകരിക്കുന്നത്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടക്കുന്നു. പഴുതൊന്നടക്കുവാൻ ശീലത്തുമ്പില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. ഇതാണ് സമ്മാനം കിട്ടാത്ത പാട്ട്. സമ്മാനം കിട്ടാത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് മുമ്പ് 2 ഗ്രൂപ്പുകാർ ഇത് പാടി. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇനി വേറെ പാട്ട് സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്കൊട്ട് അറിയില്ല. കാരണം ഏത് പാട്ടാണ് പാടുന്നതെന്ന് ആരും പുറത്തു പറയൂല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ പിറ്റേ വർഷം സമ്മാനം കിട്ടിയൊരു പാട്ടുണ്ട്. ആ പാട്ടും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടാണ്. സമ്മാനം കിട്ടിയ പാട്ടാണ് ഇനി പാടുന്നത്. ഏതാണെന്നറിയോ? നൂറാറ്റൽ നബിയും അബൂബക്കർ സിദ്ദീഖും സൗറന്ന ഗുഹ തന്നിലിരിക്കും നേരം. നൂറാറ്റൽ നബിയും അബൂബക്കർ സിദ്ദീഖും സൗറന്ന ഗുഹ തന്നിലിരിക്കും നേരം. അറബികൾ വന്ന് ഖുറൈശികൾ മുത്തിൻ നേരെ ചെന്നു. പഴുതിൻ പൊൻവല കെട്ടിയ കാട്ടുചിലന്തി പറഞ്ഞു. അറബികൾ വന്ന് ഖുറൈശികൾ മുത്തിൻ നേരെ ചെന്നു. പഴുതിൻ പൊൻവല കെട്ടിയ കാട്ടുചിലന്തി പറഞ്ഞു. കാണൂല നബിയെ കാണൂല, കാണൂല നബിയെ കാണൂല. അടിച്ച് കലക്കിയാണ് പാട്ടി പാടിയത്. അപ്പോൾ അതിന് സമ്മാനം കിട്ടി. പറഞ്ഞു വന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറയുമ്പോഴും കേൾക്കുമ്പോഴും മഹാനവറുകളെ പറ്റിയുള്ള ആ ചിന്തകൾ വരുമ്പോൾ മനസ്സിൽ വരുന്ന 2 സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോഴുള്ള പാട്ടുകൾ. അത് പാടി സമ്മാനം കിട്ടുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇവരോടൊപ്പമൊക്കെ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള മഹാ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ? വല്ലാത്തൊരു സ്വഹാബിയാണത്. സ്വർഗ്ഗത്തിൽ എല്ലാ പ്രവാചകന്മാരും കടന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ സ്വർഗ്ഗത്തിൽ കടക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സ്വഹാബിമാരുമായിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ കടക്കുന്ന മനുഷ്യന് 120ഓളം നന്മകളുണ്ടാകും, ലക്ഷണങ്ങളുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ, ആ 120 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം എൻ്റെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖെ, 120ൽ 120ഉം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നാണ്. അത്ര വലിയ മഹാനാണ്. എവിടെ എന്ത് നന്മയുണ്ടോ അത് മുഴുവനും ചെയ്യുമെന്നാണ്. അല്ലേ? അത് മുഴുവനും ചെയ്യും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്വാലിഹീൻ. വല്ലാത്തൊരു ദുആയാണത്. അതായത് തവഫനി മുസ്ലിമൻ, അള്ളാഹുവെ തവഫനി, നീ എന്നെ മരിപ്പിക്കണം, മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വ അൽഹഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമെന്നാണ്. ആരാ പറയുന്നത്? സ്വാലിഹീങ്ങളിൽ നമ്പർ 1 ആയ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു തആല ദുആരക്കുന്നു, എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണമെന്ന്. എന്നിട്ടോ സ്വർഗത്തിൽ കടത്തണം, മാത്രമല്ല മുസ്ലിമായി മരിപ്പിക്കണം. മുസ്ലിമായിട്ടാണ് മരിക്കുക, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ആവർത്തി പറഞ്ഞ സ്വഹാബിയാണ് ഈ ദ്വാരക്കുന്നത്. അപ്പം ഞാനും നിങ്ങളൊക്കെ എത്രയോ ദ്വാരക്കണം.
നമ്മൾക്ക് എത്രയോ ദ്വാരക്കണം. അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം പറഞ്ഞ് തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. എപ്പോഴും നമ്മൾ ഈ ദുആ മുറുകെ പിടിക്കണം. അല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാത്രമല്ല ഈ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മറ്റ് ചില സ്വഭാവ ഗുണങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. സംസാരം നിയന്ത്രിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി പാപങ്ങൾ കുറയുന്നതാണ്, അല്ലേ? വേണ്ടതിനും വേണ്ടാത്തതിനും അവിടെ ഇവിടെയൊക്കെ പോയി അഭിപ്രായം പറയുമ്പോഴല്ല പ്രശ്നം ഉണ്ടാകുന്നത്. ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കും. മറ്റൊരു കാര്യമാണ് സുന്നത്തായ നോമ്പ് എപ്പോഴും എടുക്കുമായിരുന്നു. സുന്നത്ത് നോമ്പ് എടുക്കും, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കും. അതുപോലെ ആരെങ്കിലും ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ അത് ഏത് മതത്തിൽ വിട്ടവനാണെങ്കിലും അവിടെ ചെല്ലും, അയാളെ ആശ്വസിപ്പിക്കും, അയാൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ അടിമകളെ വാങ്ങിച്ച് മോചിപ്പിക്കുന്ന സ്വഭാവം ഇന്നതില്ല. അടിമകളെ മോചിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇന്നില്ല. പക്ഷെ അന്ന് മഹാനവറുകൾ അത് ചെയ്യുമായിരുന്നു എന്നാണ്. അന്നത്തെ കാലത്ത് ഈ അടിമകൾ ഉണ്ടായിരുന്നു, അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പ്രവൃത്തി ഇസ്ലാമിലെ ഏറ്റവും പുണ്യമായൊരു പ്രവൃത്തിയാണ് എന്ത്? ഒരു അടിമയാണെന്നറിഞ്ഞാൽ അയാളെ നമ്മുടെ പൈസ കൊടുത്ത് അയാൾ വാങ്ങിച്ചിട്ട് അയാളെ സ്വതന്ത്രനാക്കി വിടുക. അത് വല്ലാത്തൊരു പ്രതിഫലമാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് സ്വതക്ക കൊടുക്കുന്ന സ്വഭാവമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക്. എല്ലാത്തിലും ഉപരിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറയുന്നു, നബിയെ സ്നേഹിക്കുന്നു, നബിക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെച്ച, അതായത് ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, അതിനൊന്നും നമുക്ക് ഭാഗ്യമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വലാത്ത് ചൊല്ലിയിരുന്നു. നമ്മളും സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് അവരോടൊപ്പം നമുക്കും സ്വർഗ്ഗത്തിൽ കടക്കണം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പുണ്യമായ മാസം വിട പറയുകയാണ്. പവിത്രമായൊരു മാസം കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, ഈ പുണ്യമായ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കരുണാവാരധിയായ റബ്ബ് പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പല ആവശ്യങ്ങൾ പറഞ്ഞ്, രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്, അതുപോലെ തന്നെ ഗൾഫിൽ പ്രവാസികളായ നിരവധി പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല ആരുടെയൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം ദ്വാരക്കുക. പുതിയൊരു മാസമൊക്കെ വരികയാണ്. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.